നമ്മൾ ആദ്യത്തെ ഒരാഴ്ച ഫസ്റ്റ് ഒരാഴ്ച നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്രീ സ്റ്റാർട്ടർ കൊടുക്കുക. ചിക്സിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു തീറ്റയാണ് ഈ പ്രീ സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ഈ പ്രീ സ്റ്റാർട്ടർ കൊടുത്തതിന് ശേഷം പിന്നീട് ലെയർ സ്റ്റാർട്ടറിൽ നമ്മൾ ഒരു 20 ദിവസം കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഗ്രോവറിലേക്ക് പോകുന്നതായിരിക്കും ഉത്തമം. ആദ്യത്തെ 5 ദിവസം നമ്മൾ പ്രീ സ്റ്റാർട്ടർ കൊടുക്കുക. അതിനുശേഷം നമ്മൾ പിന്നെ സ്റ്റാർട്ടറിലേക്ക് പോവുക, ലെയർ സ്റ്റാർട്ടറിലേക്ക് പോവുക. അതിനുശേഷം നമ്മൾ പിന്നെ ലെയർ സ്റ്റാർട്ടറിലും ഒരു പ്രശ്നമുണ്ട്. ലെയർ സ്റ്റാർട്ടർ തന്നെ നമ്മൾ കൊടുക്കാൻ പരമാവധി ശ്രമിക്കുക. ബ്രോയിലർ സ്റ്റാർട്ടർ പല ആൾക്കാരും കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ബ്രോയിലർ സ്റ്റാർട്ടർ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം പല ആൾക്കാരും പറയുന്നത് കോഴികൾ പെട്ടെന്ന് ഗ്രോത്ത് ആകും, കോഴികൾ ഒന്ന് എനർജറ്റിക് ആകും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് തെറ്റായ ധാരണയാണ്. ബ്രോയിലർ സ്റ്റാർട്ടർ കൊടുക്കുമ്പോൾ കോഴികളുടെ ഈ ബ്രോയിലറിനും ലെയറിനും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഫോർമുലകളാണ്. അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ബ്രോയിലറിന്റെ ഫോർമുല അല്ല നമ്മുടെ ലെയറിന്റെ ഫോർമുല. ലെയറിന് എഗ് പ്രൊഡക്ഷൻ ആണ് ആവശ്യം, ബ്രോയിലറിന് മീറ്റ് പർപ്പസ് ആണ്. അപ്പൊ ഇതിന് രണ്ടിന്റെയും വ്യത്യസ്തമായിട്ടുള്ള ഉപയോഗമായതുകൊണ്ട് തന്നെ അതിന്റെ രണ്ടിന്റെയും തീറ്റകളുടെ ഫോർമുലയും വ്യത്യാസപ്പെടുത്തിയിരിക്കും. അപ്പൊ നമ്മൾ ലെയർ സ്റ്റാർട്ടർ തന്നെ കൊടുക്കാൻ കൊടുക്കാൻ ശീലിക്കുക. അതിൽ വില വ്യത്യാസമൊന്നുമില്ല. ഒരു നമുക്ക് ലെയർ സ്റ്റാർട്ടറിന് വില കുറവാണ്. ബ്രോയിലർ സ്റ്റാർട്ടറിനെക്കാട്ടും ബ്രോയിലർ സ്റ്റാർട്ടറിന് ഇപ്പൊ എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ലെയർ സ്റ്റാർട്ടറിന് വില കുറവാണ്, ബ്രോയിലർ സ്റ്റാർട്ടറിനെക്കാട്ടും വിലയും കുറവാണ്. അപ്പോൾ ലെയർ സ്റ്റാർട്ടർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. 25ാമത്തെ ദിവസം വഴി നമ്മൾ തീറ്റ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി തുടങ്ങണം. ആദ്യം നമ്മൾ ഒരു 1/4 ഭാഗം നമ്മൾ ഗ്രോവർ മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മളിപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 10 കിലോ തീറ്റയാണ് ഒരു ദിവസം കൊടുക്കുന്നത് എന്ന് വിചാരിക്കാം. ഈ സമയത്ത് നമ്മൾ അളന്നിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. കറക്റ്റായിട്ടും ആ അളവ് നമ്മൾ 30ാമത്തെ ദിവസം മുതൽ ഒരു ഏകദേശം ഒരു അളവ് ഇട്ട് കൊടുത്താൽ മതി. 30-35 ആകുമ്പോൾ 2 മാസം വരെയൊക്കെ ഞാൻ അളവൊന്നും നോക്കാറില്ല. അതിന് തിന്നുന്ന അത്രയും കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഈ അളവ് നോക്കുന്നത് പിന്നെ 2 മാസം കഴിഞ്ഞിട്ടുള്ള ടൈമിന് നമ്മൾ 70 ഗ്രാം വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മൾ ആദ്യം എത്ര കിലോ ആണ് നമ്മൾ എത്രയാണ് എടുത്തിരിക്കുക അതിന്റെ 1/4 ഭാഗം നമ്മൾ ഗ്രോവർ മിക്സ് ചെയ്യാം. ഒരു 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ അതിന്റെ പകുതി ഗ്രോവർ മിക്സ് ചെയ്ത് പകുതി സ്റ്റാർട്ടറുമായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അതും അങ്ങനെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 3/4 ഭാഗം നമ്മൾ ഗ്രോവറും 1/4 ഭാഗം നമ്മൾ സ്റ്റാർട്ടറുമായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഗ്രോവറിലേക്ക് മാറുക. അതായത് പടിപടിയായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വേണം ഏത് തീറ്റയും കോഴിയിൽ നിന്നും മാറ്റാൻ.